ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പലിശയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പേപ്പറിലും തന്നെ കാണാൻ സാധിക്കാറുണ്ട് അല്ലെ. എന്നാൽ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച്, സാധാരണ പലിശയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വേണ്ടത് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻട്രസ്റ്റ്, ഇതിന്റെ ഈ ഒരു മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ട് കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വന്നിട്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് സാധാരണ ചോദിച്ച് കാണുന്ന എല്ലാ തരം ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് പലിശ, എന്താണ് മുതൽ, എന്താണ് കാലയളവ്, എന്താണ് പലിശ നിരക്ക്. അങ്ങനെ ഈ ഒരു പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരാള് ഒരു ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്തു? ഒരു പൈസ കുറച്ച് പണം വാങ്ങി. ഓക്കെ, ഇപ്പൊ ഒരു 1000 രൂപ വാങ്ങി, ആ വാങ്ങുന്ന തുകയെ, ആ ഒരു തുക എന്ത് പറയും നമ്മള്? മുതൽ, പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറയും, മുതൽ. ഓക്കെ, മുതൽ നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് സൂചിപ്പിക്കുന്നു. എത്രയാണോ നമ്മൾ വാങ്ങുന്നത്, എത്രയാണോ കടമായിട്ട് ലോണായിട്ട് എടുക്കുന്നത്, ആ ഒരു തുകയെ നമ്മൾ മുതൽ എന്ന് പറയുന്നു, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. വ്യക്തമാണല്ലോ. ഓക്കെ, ഈ ഒരു പണം നമ്മൾ വാങ്ങുന്നത് ഒരു 3 വർഷ കാലയളവിലേക്കാണെങ്കിൽ, ഒരു 3 വർഷ കാലയളവ് അല്ലെ. ഈ 3 വർഷ കാലയളവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 വർഷ കാലയളവ് നിങ്ങൾ കരുതുക. എന്താണ്? 3 വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു പണം എടുക്കുന്നത്. 3 വർഷത്തേക്കാണ് നമ്മൾ പണം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, എന്താണ്? വർഷം വർഷമാണ് പലിശ കൂട്ടുന്നത് അല്ലെ. എന്താണ്? വർഷം വർഷമാണ് പലിശ കണക്കാക്കുന്നത് എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ 3 തവണ പലിശ കണക്കാക്കപ്പെടും അല്ലെ. അങ്ങനെയാണെങ്കിൽ 3 തവണ പലിശ കണക്കാക്കപ്പെടും. ഇങ്ങനെ എത്ര തവണകളായിട്ടാണോ പലിശ കണക്കാക്കുന്നത്, ആ ഒരു ടേമിനെ നമ്മൾ നമ്പർ ഓക്കെ, അതുകൊണ്ട് n എന്ന് സൂചിപ്പിക്കുന്നു. ചിലയിടത്ത് നിങ്ങൾ ടി എന്ന് കാണാം, സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, എന്നും ടി ഒക്കെ സൂചിപ്പിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, എത്ര തവണകളായിട്ടാണോ, എത്ര പ്രാവശ്യമായിട്ടാണോ ഇവിടെ പലിശ കണക്കാക്കുന്നത്, അതിനെ നമ്മൾ n കൊണ്ടോ അല്ലെങ്കിൽ ടി കൊണ്ടോ സൂചിപ്പിക്കും. ഇവിടെ നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നു. വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പൊ 3 വർഷങ്ങളാണുള്ളത് അല്ലെ. 3 വർഷത്തിൽ വർഷാവസാനം ഇങ്ങനെ പലിശ കണക്കാക്കും. അങ്ങനെ 3 തവണ ഇവിടെ പലിശ കണക്കാക്കുന്നു. വ്യക്തമാണല്ലോ, കാര്യം വ്യക്തമാണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും എന്താണ്? പലിശ നിരക്ക് അല്ലെ. നമ്മളിപ്പോ പരസ്യമൊക്കെ കാണാറുണ്ട് അല്ലെ. പലിശ നിരക്ക്. എന്താണ് പലിശ നിരക്ക്? ഈ ഒരു തുകയ്ക്ക്, നമ്മൾ എടുത്ത ഈ ഒരു തുകയ്ക്ക് ഈ കാലയളവിൽ ഈ 3 പ്രാവശ്യം ഉണ്ടല്ലോ, 3 പ്രാവശ്യവുമായിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു പലിശ കൊടുക്കണം. ഓക്കെ, 3 പ്രാവശ്യമായിട്ട് ഇവിടെ കണക്കാക്കുന്ന ഒരു പലിശ കൊടുക്കണം. ആ പലിശ എത്ര ശതമാനം, ഈ മുതലിന്റെ എത്ര ശതമാനം ആണെന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്? പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ R എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, എന്താണ് R? എന്താണ്? പലിശ നിരക്കാണ്. ഇവിടെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 10% എന്നാണെങ്കിൽ 10% ആണ് നിങ്ങൾ കരുതുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് പോകുന്നത് നോക്കാം. നിങ്ങൾ നോക്കൂ, 1000 രൂപ ഞാൻ കടമെടുത്തു അല്ലെ. 1000 രൂപ കടമെടുത്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്തായി? എടുത്ത പൈസ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ കയ്യിലെടുത്ത പൈസ ഉണ്ട്. ആ പൈസയ്ക്ക് എന്ത് വരുന്നു? പലിശ വരുന്നു. എത്ര പലിശ വരുന്നു? 10% പലിശ വരുന്നു. 10% പലിശ വരുന്നു. അപ്പൊ ഇവിടെ ഒരു എന്ത് ചെയ്യണം? 1000ന്റെ 10% എത്രയാണ് വരുന്നത്? 100 ആണ് വരുന്നത് അല്ലെ. 1100 ആയി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, അടുത്ത വർഷം, 2ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താകുന്നു? 1000 രൂപ മുതൽ അതുപോലെ തന്നെ ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഇവിടെ ഒരു 100 രൂപ കൂട്ടി. പിന്നെ ഒരു വർഷം കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു 100 രൂപ കൂടുന്നു. അങ്ങനെ മൊത്തം എത്രയായി? 1200 രൂപയാണ്. പിന്നെ നമ്മൾ എന്താണ്? 3 വർഷമാണ് കാലയളവ് അല്ലെ. അപ്പോഴോ ആ മുതലിന്റെ കൂടെ വീണ്ടും ഒരു 100 രൂപ കൂടെ കൂടുന്നു. അങ്ങനെ മൊത്തം 1300 രൂപയാണ് നമ്മൾ 3 വർഷത്തിന് ശേഷം ഇത് തിരിച്ചടക്കേണ്ടി വരുന്നത്. 1300 രൂപ.
വ്യക്തമാണല്ലോ വ്യക്തമാണല്ലോ. അപ്പൊ ഈ ഒരു മെക്കാനിസം മനസ്സിലായല്ലോ. നമ്മൾ 1000 രൂപ ലോണായി എടുത്തു അല്ലെ. എത്ര പ്രാവശ്യമാണ് പലിശ കണക്കാക്കുന്നത്? 3 പ്രാവശ്യമാണ് അല്ലെ. 3 ഇയേഴ്സ് ആണ്, വർഷമാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 3 തവണ കണക്കാക്കപ്പെടുന്നു. പലിശ നിരക്ക് ഇവിടെ 10% ആണെങ്കിൽ ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 1000 രൂപയാണ് എടുത്തെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപ പലിശ വന്നു. രണ്ടാമത്തെ വർഷം വരുമ്പോൾ എന്തായി? 200 രൂപയായി പലിശ. മൂന്നാമത്തെ വർഷം വരുമ്പോൾ 300 രൂപയായി പലിശ. അങ്ങനെ മൊത്തം നമ്മൾ തിരിച്ചടക്കേണ്ട പൈസ എത്രയാണ്? 1300 രൂപയാണ് നമ്മൾ തിരിച്ച് അടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്താണ്? നമ്മൾ ഈ പലിശ എത്രയാണ്? ഇവിടെ എത്രയാണ് പലിശ? 300 രൂപയാണ് പലിശ അല്ലെ. 3 വർഷം കൂടി കൂട്ടിയിട്ട് 300 രൂപയാണ് പലിശ. ഈ പലിശ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ്? ഐ എന്താണ്? ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയുന്നത് P ഇൻറ്റു P എന്താണ്? പ്രിൻസിപ്പിൾ ആണ്. P ഇൻറ്റു R ഇൻറ്റു R എന്താണ്? റേറ്റ് അല്ലെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്കാണ്. ഇൻറ്റു N എന്താണ്? എത്ര പ്രാവശ്യമാണ്, ഓക്കെ, എത്ര പ്രാവശ്യമാണ് പലിശ കണക്കാക്കുന്നത്, അത് N കൊണ്ട് സൂചിപ്പിക്കുന്നു. PRN/100 ഇതാണ് നമ്മുടെ പലിശ കണക്കാക്കുന്നതിനുള്ള ആ ഒരു സൂത്രവാക്യം, ഇക്വേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എഴുതി വെക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വ്യക്തമാണല്ലോ. I = PRN/100 ആണ് നമ്മുടെ പലിശ കണക്കാക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് 10% പലിശ എന്ന് പറഞ്ഞല്ലേ. 10% പലിശ, ഇതിപ്പോ 3 വർഷമാണെങ്കിൽ എന്താണ്? 3 × 10 30%. ഇപ്പൊ 100% 100% എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും സൂചിപ്പിക്കുന്നത്? അത് നമ്മുടെ മുതലാണ് അല്ലെ. 100% എന്ന് പറയുന്നത് മുതലാണ്. അങ്ങനെയാണെങ്കിൽ 10% പലിശ നിരക്കിൽ 3 വർഷം എന്നാണെങ്കിൽ 30% പലിശ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 100% എത്രയാണോ അതാണ് എന്ത്? മുതൽ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 തവണ N3 10% പലിശ നിരക്ക് വരുന്നെങ്കിൽ 30% എത്രയാണോ അതാണ് നമ്മുടെ എന്ത്? പലിശ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, 5% പലിശ നിരക്ക്, നമുക്ക് 6 വർഷമുണ്ടെങ്കിൽ 6 × 5 30% ആയിരിക്കും പലിശ. ഓക്കെ, മനസ്സിലായോ? 100% പലിശ പ്രിൻസിപ്പിൾ ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 5% പലിശ നിരക്കില് 6 വർഷത്തേക്കാണെങ്കിൽ 6 × 5 30% പലിശ വരുന്നത്. ഇനി ഉദാഹരണത്തിന് മറ്റൊന്ന് നോക്കിയേ, 7% പലിശ നിരക്ക്. 7% പലിശ നിരക്ക്, അതൊരു 3 വർഷത്തേക്ക് ആണെങ്കിൽ 100% എന്താവും? മുതലാണെങ്കിൽ 7 21% നമ്മുടെ പലിശയായിട്ട് വരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി പഠിക്കുക. ചില നമ്മൾ കണക്ക് കൂട്ടലുകൾ എന്താണ്? 6 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക് അല്ലെങ്കിൽ 15 മാസത്തേക്ക് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു ഉദാഹരണം 12% പലിശ നിരക്ക് എന്ന് നിങ്ങൾ കരുതുക. ഇനിയിപ്പോ നമ്മളോട് പറയുകയാണ് 6 മാസത്തേക്കാണ് പലിശ കണക്കാക്കുന്നതെങ്കിൽ 6 മാസത്തേക്കാണ് പലിശ കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കൊന്നുകൂടി നോക്കാം. നോക്കൂ, ഈ 12% പലിശ നിരക്ക് എന്ന് പറയുന്നത് പെർ ആനം ആണ്. അതായത് വാർഷിക ആ ഒരു പലിശ നിരക്ക്, വർഷത്തിൽ കൂട്ടുന്ന ആ ഒരു പലിശ നിരക്കാണ് എത്ര? 12%. അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്ക് എത്ര കൂട്ടും? 6% ആയിരിക്കും. ഓക്കെ, എന്താണ് 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ പകുതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 6% കൂട്ടുന്നത്. ഇനിയിപ്പോ 3 മാസത്തേക്കാണെങ്കിലോ അപ്പോൾ 3% ആയിരിക്കും. മനസ്സിലായോ? 12% ആണ് ഒരു വർഷത്തേക്ക് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ 3 മാസ കാലയളവിലേക്കാണെങ്കിൽ അത് 3% ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, എന്താ അവിടെ സംഭവിക്കുന്നത്? 12%ത്തെ 12 കൊണ്ട് ഹരിച്ചു. എന്തിന്? 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. അതുകൊണ്ട് 12 കൊണ്ട് ഹരിച്ചിട്ട് എത്ര മാസമാണോ, എത്രയാണ് ഇവിടെ? 3 ആണെങ്കിൽ 3, 6 ആണെങ്കിൽ 6, അങ്ങനെ എടുക്കുന്നു. വ്യക്തമാണല്ലോ. ഒരു വർഷത്തെ പലിശ നിരക്കിനെ അത് ഓരോ മാസങ്ങളാക്കി മാറ്റുന്നു. എങ്ങനെ? 12 കൊണ്ട് ഹരിക്കുന്നു. ഇനി എത്ര മാസങ്ങളാണോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മൾ സാധാരണ പലിശയിൽ, ഓർക്കുക, സാധാരണ പലിശയിൽ പലിശ നിരക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മാസങ്ങളുടെ കാര്യത്തിൽ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ ഏകദേശം ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കൂടെ കൃത്യമായ ധാരണയിലേക്ക് എത്താൻ സാധിക്കും. വ്യക്തമാണല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ എന്താ പഠിക്കേണ്ടത്? നമ്മൾ വർഷവും
പിന്നെ ആ ഒരു പലിശ നിരക്കും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ടോട്ടൽ ആ ഒരു പലിശ വരുന്നത് അത് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ. 6 വർഷത്തേക്ക് 5% ആണെങ്കിൽ 6 5 30%, 3 വർഷത്തേക്ക് 7% ആണെങ്കിൽ 3 7 21 അങ്ങനെയാണ് പലിശ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് മാസങ്ങളുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വർഷം 12% പലിശ നിരക്കാണ്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്ക് എത്ര? 6% ആയിരിക്കും. 3 മാസത്തേക്ക് എത്ര? 3% ആയിരിക്കും. ഇനി ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 10% വാർഷിക പലിശ കണക്കാക്കുന്നു. അവിടെ എന്താണ് 6 മാസത്തേക്കുള്ള പലിശ നിരക്ക് എത്രയാണ് വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, 10 എന്താണ് 10 ഒരു വർഷത്തേക്കെങ്കിൽ 6 മാസത്തേക്ക് എത്ര വരും? 5% വരും അല്ലെ. 6 മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിന്റെ പകുതിയാണ് അല്ലെ. ഒരു വർഷത്തിന്റെ പകുതിയാണ്. അതുകൊണ്ട് നമുക്ക് 5% എന്നെടുത്താൽ മതി. കാര്യം കഴിഞ്ഞു. വ്യക്തമാണല്ലോ. ഓക്കെ ഓക്കെ വ്യക്തമാണല്ലോ. ഓക്കെ, ഇപ്പൊ ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ അതിന്റെ 6 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പകുതി എടുത്താൽ മതി. 5% എന്ന് എടുത്താൽ മതിയാകും. ഓക്കെ ആണല്ലോ. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ചോദ്യം? വാട്ട് സം ഓഫ് മണി മസ്റ്റ് ബി ഗിവൺ ആസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 6 months അറ്റ് 4% per annum in order to earn 150 ഇൻട്രസ്റ്റ്. എന്താ പറഞ്ഞത്? എന്താണ് എത്രമാത്രം സം ഓഫ് മണി, അതായത് ഇവിടെ പ്രിൻസിപ്പിൾ ആണ്. സം ഓഫ് മണി ഉദ്ദേശിക്കുന്നതാണ്, പ്രിൻസിപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്. മസ്റ്റ് ബി ഗിവൺ ആ സിമ്പിൾ വാട്ട് സം ഓഫ് മണി മസ്റ്റ് ബി ഗിവൺ ആസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 6 months അറ്റ് 4% per annum in order to earn 150 ഇൻട്രസ്റ്റ് അല്ലെ. 150 രൂപ നമുക്ക് പലിശയായിട്ട് ലഭിക്കണം. 150 രൂപ പലിശയായിട്ട് നമുക്ക് ലഭിക്കണം അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്? 6 മാസത്തേക്കാണ് നമ്മുടെ കാലയളവ്. ഓക്കെ, 6 മാസത്തേക്കാണ് നമ്മുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിന്റെ പകുതിയാണ് നമ്മുടെ കാലയളവ്. ഓക്കെ, 6 എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4% ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4% എങ്ങനെയാ പറഞ്ഞത്? 4% പെർ ആനം, വാർഷികമായിട്ട് കണക്കാക്കുമ്പോൾ 4% ആണ് നമ്മുടെ പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്ക് എത്രയായിരിക്കും ഇവിടെ വരിക? അത് 2% 2% സംശയമില്ലല്ലോ. 4% ഒരു വർഷത്തേക്കാണെങ്കിൽ 6 മാസത്തേക്കോ അത് 2% ആയിരിക്കും അല്ലെ. നമുക്കിവിടെ കിട്ടാൻ എന്താണ്? 150 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. അതായത് ഒരു പ്രിൻസിപ്പളിന്റെ 2% എന്ന് പറയുന്നതാണ് 150. മനസ്സിലായോ? ഒരു പ്രിൻസിപ്പളിന്റെ 2% എന്ന് പറയുന്നതാണ് എന്ത്? 150. 2% എങ്ങനെ കിട്ടിയത്? ഒരു വാർഷികമായിട്ട് കണക്കാക്കുമ്പോൾ അത് 4% പലിശ. 6 മാസത്തേക്കാണെങ്കിൽ അതിന്റെ നേരെ പകുതിയാകുന്നു, അത് 2%. വ്യക്തമാണല്ലോ. അപ്പോൾ 2% എന്ത്? 2% 150. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ 100% കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ. 100% കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 2% 150 ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 100% കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. എന്താണ്? 150 അല്ലെ. 2% ആ 2 കൊണ്ടങ്ങ് ഹരിക്കുക. ഓക്കെ, ഇൻറ്റു 100 അങ്ങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100% എത്രയാണെന്ന് കിട്ടും അല്ലെ. അപ്പൊ എത്ര കിട്ടും? 7500 എന്ന് കിട്ടും. 7500. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ 2% അല്ലെങ്കിൽ 5% അങ്ങനെ എത്രയെങ്കിലും പേഴ്സൻറ്റേജ് ആയിട്ട് ഒരു സംഖ്യ തരുകയാണെങ്കിൽ അതിന്റെ 1% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യേനെ ഈ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. 2% 150 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 75 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണ്? 7500 ആണ്. അത്രയുള്ള കാര്യം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ സം ഓഫ് മണി ലെൻഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു 880 in 2 years and 920 in 3 years. ഓക്കെ, ദ സം ഓഫ് മണി ഇൻ റുപ്പീസ് ഈസ് അല്ലെ. എന്താ പറഞ്ഞത്? ഒരു തുക എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ എന്താണ്? എമൗണ്ട്സ് ടു 880 in 2 years അല്ലെ. 2 വർഷത്തിൽ എത്രയാകുന്നു? 880 ആകുന്നു. അത് 3 വർഷമാകുമ്പോഴോ അത് 920 ആകുന്നു അല്ലെ. ഇതെങ്ങനെയായി 2 years എത്തിയപ്പം ഈ 880 എത്തിയത്? ആദ്യം ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു അല്ലെ, ഒരു മുതൽ ഉണ്ടായിരുന്നു അല്ലെ. അത് ഒരു വർഷം കഴിയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു ഇൻട്രസ്റ്റ് കൂട്ടുമല്ലോ. ഓക്കെ, അത് കൂട്ടിയിട്ട് ഒരു സംഖ്യ എത്തുന്നു. അതിനുശേഷം വീണ്ടും അതേ ഇൻട്രസ്റ്റ് കൂട്ടുന്നു അല്ലെ. അതിനുശേഷം
പി പ്ലസ് 2i എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അല്ലേ 880 എന്ന് പറയുന്നത് അല്ലെ. ഇതിനോട് വീണ്ടും അതേ i കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മൂന്നാമത്തെ വർഷം നമുക്ക് 920 എന്ന് പറയുന്ന ഒരു എമൗണ്ടിലേക്ക് എത്തുന്നത്. വ്യക്തമാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ i കണ്ടുപിടിച്ചൂടെ? എന്താണ് ഈ 920 കിട്ടിയത് എന്താണ്? 880 നിന്ന് i കൂട്ടിയപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ i എന്ന് പറയുന്നത് എന്താണ്? 920 കുറയ്ക്കണം 880 ആയിരിക്കും. അത് എത്രയാ വരുന്നത്? 40 ആണ് വരുന്നത്. 40 ആണ് നമ്മുടെ i വരുന്നത് അല്ലെ. അതായത് ഈ പ്രിൻസിപ്പളിനോട് 2 തവണ പലിശ കൂട്ടുന്നു, 2 തവണ 40 കൂട്ടുന്നു. അതായത് പി പ്ലസ് 80 ആണത്രേ 880 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ചോദ്യം? സമ്മാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. സം ഓഫ് മണി, ആ പ്രിൻസിപ്പൽ എത്രയാണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി എന്ന് പറയുന്നത് 800 രൂപയായിരിക്കും. 800 രൂപ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സാധാരണ പലിശ കണക്കാക്കുമ്പോൾ ഒരു വർഷത്തിൽ നിന്ന് തൊട്ടടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? ആ കൃത്യമായിട്ടുള്ള പലിശ എത്രയാണോ അതാണ് കൂട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു തവണയാണ് പലിശ കൂട്ടുന്നത്, i മാത്രമാണ് കൂട്ടുന്നത്. ഓക്കെ, കൂട്ടിയപ്പോൾ നമുക്ക് 920 കിട്ടി അല്ലെ. പിയിൽ നിന്ന് 2 തവണ i കൂട്ടിയപ്പോഴാണ് 880 ഇവിടെ കിട്ടിയത്. ഇത്രയും വ്യക്തമാണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം കിടക്കാം. നോക്കിയേ, വാട്ട് സം ഓഫ് മണി വിൽ എമൗണ്ട് ടു 520 ഇൻ 5 years ആൻഡ് ടു 568 in 7 years അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്? നമ്മൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതേ ഒരു കാര്യമാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. എന്താ പറഞ്ഞത്? 5 വർഷം കൊണ്ട് ഒരു തുക, ഒരു പി എന്ന് പറയുന്ന തുക എന്താവുന്നു? 520 ആകുന്നു. എന്നാൽ അത് 7 വർഷങ്ങൾ കൊണ്ട് അല്ലെ, വീണ്ടും ഇവിടെ 6 വർഷമുണ്ട് അല്ലെ, 6 വർഷമുണ്ട്, പിന്നെ ഒരു 7 വർഷം അല്ലെ, 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ എന്തായത്? 568 രൂപയായി മാറി അല്ലെ. അപ്പൊ ഈ 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? ഒരു i കൂട്ടി, ഇവിടെന്നോ വീണ്ടും ഒരു i കൂട്ടി. അതായത് 2 i കൂട്ടുന്നു. 2 i കൂട്ടിയിട്ടാണ് ഇവിടെ 568 കിട്ടിയത്. വ്യക്തമാണല്ലോ? ഓക്കെ, അപ്പൊ എന്താണ്? 520 നിന്ന് 2 i കൂട്ടിയപ്പോ എന്തായി? 568 കിട്ടി അല്ലെ. അങ്ങനെയാണ് ഇവിടെ നോക്കിയേ നിങ്ങൾ, പിയിൽ നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു i കൂട്ടുന്നു അല്ലെ, 1 വർഷമായി അല്ലെ. രണ്ടാമത്തെ വർഷം വീണ്ടും ഒരു i കൂട്ടുന്നു, 2 വർഷമായി. വീണ്ടും മൂന്നാമത്തെ വർഷമായപ്പോ എന്താണ്? വീണ്ടും i കൂട്ടി. പിന്നെ ഒരു 4ാമത്തെ വർഷത്തിൽ വീണ്ടും ഒരു i കൂട്ടി, പിന്നെയോ വീണ്ടും ഒരു i കൂട്ടി. അങ്ങനെ മൊത്തം എത്ര കൂട്ടി? 5 i കൂട്ടിയിട്ടുണ്ട് അല്ലെ. ഇവിടെ 2 i ഇവിടെ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ i കണ്ടുപിടിച്ചൂടെ അല്ലെ. 568 നിന്ന് 520 കുറയ്ക്കുന്നു, 48 എന്ന് കിട്ടും. 48 എന്താണ്? 2i ആണ്. അങ്ങനെയാണെങ്കിൽ i എന്ന് പറയുന്നത് 24 ആണ്. 24 ആണ് കിട്ടുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, 5i ആണ് ഇവിടെ വന്നത് അല്ലെ. 5i അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ എത്ര കിട്ടും? 120 ആയിരിക്കും. i 24 ആണ്. അങ്ങനെയാണെങ്കിൽ 5i എത്രയാണ്? 120 ആണ് വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ p എങ്ങനെ കണ്ടുപിടിക്കാം? 520 കുറയ്ക്കണം 120 ചെയ്താൽ 400 എന്ന് കിട്ടും. 400 ആണ് നമ്മുടെ p ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? എളുപ്പമാണ്. നമ്മളിങ്ങനെ വരച്ചു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ചും കൂടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ പി എന്ന് പറയുന്നത് 400 രൂപയാണ്. ഓക്കെ, വ്യക്തമാണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. A money lender finds that due to fall in the annual rate of interest 8% to 7.3/4%, his yearly income diminishes by 61.50. His capital is അല്ലെ. എന്താണ് സംഭവിക്കുന്നത്? പലിശ നിരക്ക് 8% നിന്ന് 7.25% മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇയർലി ഇൻകത്തിൽ എന്താണ്? 61.50 ഒരു കുറവ് സംഭവിക്കുന്നുണ്ട്. വ്യക്തമാണല്ലോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ, ആ ഒരു മുതൽ അല്ലെ, മുതൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വ്യക്തമാണല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, 8% നിന്ന് 7.3/4% ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കുറഞ്ഞു? 8 നിന്ന് 7.25 ആവുന്നു. എപ്പൊ എത്ര കുറഞ്ഞു? 0.5% കുറഞ്ഞു. 0.5% കുറയുമ്പോൾ 61.50 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്.
മനസ്സിലായോ? അതായത് ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ മുതലിന്റെ 0.5% ആണ് അത്രേ 61.50% രൂപ എന്ന് പറയുന്നത് അല്ലെ. അതായത് 61.50/0.5% ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പി എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പെർസെന്റേജ് ഇവിടെ നോക്കണ്ട. ഓക്കെ, അത് നോക്കേണ്ട ആവശ്യമില്ല. അതായത് 61.50 എന്ന് പറയുന്ന കാലാണെങ്കിൽ 100 എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണ് നോക്കിയേ. ഇവിടെ എന്തായി? ഈ രണ്ട് പിന്നെ എന്താണ് ഈ ഒരു ഡിജിറ്റ് ഉണ്ടല്ലോ, അതിവിടെ പിന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? 6150 ഈ 4 അല്ലെ 1/4 എന്നുള്ള മുകളിലേക്ക് വരുന്നു. അപ്പോൾ 4 വരും. അപ്പൊ എത്ര കിട്ടും? എത്ര കിട്ടുന്നുണ്ട്? 6 4 24 പിന്നെ 600 24,600 എന്ന് കിട്ടും അല്ലെ. 24,600 ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? എന്താ സംഭവിച്ചത്? 8% നിന്ന് 7.25% ആയിട്ട് നമ്മുടെ പലിശ നിരക്ക് കുറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 61.50 രൂപയുടെ ആ ഒരു കുറവ് സംഭവിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ആ ഒരു 0.5% ആണ് എന്ത്? 61.50 രൂപ. ഓക്കെ, എന്തിന്റെ 0.5%? പ്രിൻസിപ്പളിന്റെ മുതലിന്റെ 0.5% ആണ് 61.50 രൂപ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചൂടെ? 61.50/1 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ടോട്ടൽ എമൗണ്ട്, ആ ക്യാപിറ്റൽ എത്രയാണെന്ന് കിട്ടും. ഓപ്ഷൻ സി 24,600 രൂപയാണ് വരുന്നത്. അതാണ് ഉത്തരം. കിട്ടിയോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കിയേ. എ ലെൻസ് 2,500 to B and a certain sum to C at the same time at 7% annual simple interest. If after 4 years A altogether receives എന്താണ് 1,120 as interest from B and C, then okay, the sum lent to C is അല്ലെ, സിക്ക് കൊടുത്ത ആ ഒരു എത്രയാണ്, തുക എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? അല്ലെ എ ബിക്കും സിക്കും കുറച്ച് തുക കൊടുക്കുന്നുണ്ട് അല്ലെ. ബിക്ക് കൊടുത്ത് എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 2,500 രൂപയാണ് കൊടുത്തത്. ഓക്കെ, സിക്ക് എത്രയാ കൊടുത്തത് നമുക്ക് അറിയില്ല അല്ലെ. ഓക്കെ, അത് നമുക്ക് അറിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് P1 ആക്കി എടുക്കണേ. 2,500 P1 ആക്കി എടുക്കുന്നത് P2 ആണെന്ന് വിചാരിക്കുക. ഈ P2 നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്താണ്? രണ്ടു പേർക്കും കൊടുത്ത എന്താണ്? 7% പലിശ നിരക്കിലാണ് അല്ലെ. രണ്ടു പേർക്കും 7% പലിശ നിരക്കിലാണ്, 4 വർഷത്തേക്കാണ് അല്ലെ. സിക്കും എത്രയാണ് കൊടുത്തത്? 7% പലിശ നിരക്കാണ്, 4 വർഷത്തേക്കാണ് കൊടുത്തത്. ഓക്കെ, എന്താണ് പിന്നെ എന്താ കിട്ടിയത്? ഇവരുടെ 2 പേരുടെയും കയ്യിൽ നിന്ന് എത്ര കിട്ടി? 1,120 രൂപ പലിശയായിട്ട് എക്ക് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സിക്ക് കൊടുത്ത ഈ ഒരു P2 എന്ന് പറയുന്ന തുകയില്ലേ, അത് എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. ഇവിടെ അറിയുന്ന കാര്യമുണ്ടല്ലോ, P1 അറിയാം, ഇവിടെ പെർസെന്റേജ് 7% ആണെന്ന് അറിയാം, ഇവിടെ എത്ര വർഷമാണ്? 4 വർഷമാണെന്ന് അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ 2,500-ന് 7% പലിശ നിരക്കില് 4 വർഷത്തേക്ക് എത്ര രൂപ കിട്ടിയെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. അതെന്ത് ചെയ്താൽ മതി? 2,500 നമുക്ക് ഇക്വേഷൻ അറിയാലോ, PRN/100. 2,500 ഇൻറ്റു 7 ഇൻറ്റു 4/100 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. എത്രയാണ്? 28 ഇൻറ്റു 25 എന്ന് കിട്ടും അല്ലെ. അതായത് 700 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പിന്നെ എ ബിക്ക് കൊടുത്ത വക എന്ത് പലിശയായിട്ട് നമുക്ക് കിട്ടുന്നത്? 700 രൂപ അല്ലെ. ഈ 1,120 രൂപ വന്നതില് 700 രൂപ എങ്ങനെ വന്നു എന്ന് നമുക്ക് കിട്ടി അല്ലെ. എന്താണ്? ഈ പലിശയുടെ ബിക്ക് കൊടുത്ത പലിശ എത്രയാണോ, അത് ബിയിൽ നിന്ന് കിട്ടിയ പലിശ എത്രയാണ്? 700 രൂപയാണ്. അങ്ങനെയാണ് ഇവിടെ 700 വന്നത്. ബാക്കി എത്രയുണ്ട്? എത്രയുണ്ട്? 420 രൂപയുണ്ട്. ഓക്കെ, 420 രൂപയുണ്ട്. വ്യക്തമാണല്ലോ? 420 രൂപയാണ് ഇവിടെ ബാക്കിയുള്ളത്. ഓക്കെ, ആ 420 രൂപ നമുക്ക് പിന്നെ പലിശയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രിൻസിപ്പിൾ മുതൽ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാലോ? എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് കണ്ടുപിടിച്ച വേഗം.
ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഓക്കെ, എന്തായിരിക്കും വരിക? P2 ഇൻറ്റു അല്ലെ, P2 ഇൻറ്റു 7 4 28 അല്ലെ, 28/100 ആണ് എത്ര? 420 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ P2 എത്ര വരും? 42,000 ഹരിക്കണം 28 എന്ന് വരും. അത് ഏകദേശം എത്ര വരും? 1500 രൂപ. 1500 രൂപ എന്ന് കിട്ടും. മനസ്സിലായോ? 1500 രൂപ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായി വരുന്നത്. വ്യക്തമാണല്ലോ? ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. എന്താണ്? എ ബിക്ക് ഒരു തുക കൊടുക്കുന്നു, എത്രയാണ്? 2500 രൂപയാണ്. എ സിക്ക് ഒരു രൂപ കൊടുക്കുന്നത്, എത്രയാണ്? അത് P2 ആണ്, നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്താണ്? രണ്ടുപേർക്കും 7% പലിശ നിരക്കിൽ 4 വർഷത്തേക്കാണ് ഈ തുക കൊടുത്തിരിക്കുന്നത്. ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്ക് ആകെ ബിയിൽ നിന്നും സിയിൽ നിന്നും ആകെ പലിശയായിട്ട് 1120 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, പലിശ നിരക്ക് 7%, വർഷം 4 വർഷമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് ബിയിൽ നിന്ന് കിട്ടിയ പലിശ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ? PRN/100 700 രൂപ എന്ന് കിട്ടും. 1120 രൂപയിൽ 700 രൂപ എങ്ങനെ വന്നെന്ന് കിട്ടിയല്ലോ. ബാക്കി വരുന്ന 420 രൂപയാണ് പലിശയായിട്ട് സിയിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാ, പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയില്ല. അവിടെ എന്താണ്? അവിടുത്തെ മുതൽ എത്രയാണെന്ന് അറിയില്ല. എ സിക്ക് കൊടുത്ത മുതൽ എത്രയാണെന്ന് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കാം? PRN/100 എന്താ അറിയില്ല? P അറിയില്ല, ബാക്കിയെല്ലാം അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ P കണ്ടുപിടിക്കാം. എന്താണ്? 42,000/28 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1500 രൂപ എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വ്യക്തമാണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ ടുക്ക് എ ലോൺ ഫ്രം എ ബാങ്ക് അറ്റ് ദ റേറ്റ് ഓഫ് 12% per annum at a simple interest. After 3 years, he had to pay 5,400 as interest only for the period. Okay, the principal amount borrowed by him was അല്ലെ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ അവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്? 12% നമ്മുടെ റേറ്റ് വരുന്നത് അല്ലെ? പലിശ നിരക്കായിട്ട് വരുന്നത് 12% അല്ലെ? എത്രയാണ്? 3 വർഷമാണ് അല്ലെ? N എന്ന് പറയുന്നത് 3 വർഷമാണ് അല്ലെ? അപ്പൊ ഇവിടെ പലിശയായിട്ട് മാത്രം അല്ലെ? ആസ് ഇൻട്രസ്റ്റ് ഓൺലി എന്നാണ് പറയുന്നത്. എത്രയാണ്? പലിശയായിട്ട് മാത്രം എത്ര വരുന്നുണ്ട്? 5,400 രൂപ എന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മളോട് ചോദ്യം അല്ലെ? എന്താണ്? മുതൽ എത്രയായിട്ടാണ് വരുന്നത് എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ അല്ലെ? എന്താണ്? ഈ 12% ഇങ്ങനെ വേണേ ചെയ്ത് നോക്കാം. I equal to PRN/100 അങ്ങനെ ചെയ്തിട്ട് എന്താണ്? 5,400 നമ്മുടെ പലിശയാണ്. 5,400 എന്ന് പറയുന്നത് P ഇൻറ്റു R എത്രയാണ്? 12 ഇൻറ്റു 3/100 അല്ലെ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ P ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ്? 5,400 ഹരിക്കണം 36. 12 ഇൻറ്റു 3 36 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് P എത്രയാണെന്ന് കിട്ടും. എത്രയാണ്? കണ്ടുപിടിച്ചേ, വേഗം കണ്ടുപിടിച്ചേ. എത്രയാ വരുന്നത്? 3 18 54 അല്ലെ? ഇവിടെ 2 150 15,000 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. P എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. P എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ? P കിട്ടുന്നുണ്ടോ? 15,000 എന്ന് കിട്ടുന്നുണ്ടോ? ഓക്കെ, 15,000 കിട്ടിയല്ലോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. A sum of money lent out at simple interest amounts to 720 after 2 years അല്ലെ? 2 വർഷങ്ങൾക്ക് ശേഷം എന്താണ്? എമൗണ്ട് അല്ലെ? എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ചെയ്യുന്ന എത്രയാണ്? 720 ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ആൻഡ് ടു 1020 ആഫ്റ്റർ എ ഫർദർ പീരീഡ് ഓഫ് 5 years എന്നാണ് പറഞ്ഞത്. ഓക്കെ, വ്യക്തമാണല്ലോ? ഓക്കെ, കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? സം ഈസ് അല്ലെ? എന്താ പറഞ്ഞത്? ഒരു തുക 2 വർഷം കഴിഞ്ഞപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് എമൗണ്ട് ആവുന്നത് എത്രയാണ്? 720 രൂപയിലേക്കാണ് എത്തുന്നത് അല്ലെ? 2 വർഷം കഴിഞ്ഞപ്പോൾ എത്രയായി? 720 രൂപയാണ് ആയി അല്ലെ? വീണ്ടും ഒരു 5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ എത്രയായി? അത് 1,020 രൂപയായി.
ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് 5 വർഷത്തെ ഗ്യാപ്പാണ് വരുന്നത് അല്ലെ. ഈ 5 വർഷം കൊണ്ട് പലിശയിൽ വന്നിരിക്കുന്ന മാറ്റം എത്രയാണ്? അത് 300 ആണ് അല്ലെ. ഇവിടെ നോക്കൂ, 720 1020 ആവുന്നു. അവിടെ മുതൽ കൂടുന്നുണ്ടോ? ഇല്ല. എത്രയാണ്? പലിശയാണ് കൂടി വരുന്നത് അല്ലെ. ആ 300 എന്താണ് അപ്പോൾ? പലിശയാണ് കൂടുന്നത്, പലിശയാണ് കൂടുന്നത് അല്ലെ. അപ്പൊ 300 രൂപ വെച്ചിട്ട് എന്താ 5 വർഷം കൊണ്ട് പലിശ കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും പലിശ കൂടിയിട്ടുണ്ടാവുക? 300/5 ചെയ്താൽ മതി അല്ലെ. 60 രൂപയാണ് ഒരു വർഷത്തെ പലിശയായിട്ട് വരുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മുതൽ, ദ സം ഈസ് അല്ലെ. സം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 2 വർഷം കഴിഞ്ഞപ്പോൾ പലിശയും കൂടി മുതലിനോട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 720 രൂപ കിട്ടി. ഒരു വർഷത്തെ പലിശ എത്രയാണ്? 60 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്ക് പലിശ എത്ര വരും? 120 രൂപ വരും അല്ലെ. 120 രൂപ വരും അല്ലെ. അപ്പൊ നമ്മുടെ എന്താണ്, ഈ മുതലിനോട് 120 കൂട്ടുമ്പോഴാണ് 720 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പി അല്ലെ, പ്രിൻസിപ്പൽ, നമ്മുടെ മുതൽ എത്ര വരുന്നുണ്ട്? 600 രൂപയാണ് വരുന്നത്. പി 600 രൂപ വരും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. വ്യക്തമാണല്ലോ. ഓപ്ഷൻ ബി 600 രൂപയാണ് ഇവിടുത്തെ ശരിയുത്തരമായിട്ട് വരുന്നത്. കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? എ സം ഓഫ് മണി ബിക്കംസ് 41/40 ഓഫ് ഇറ്റ് സെൽഫ് ഇൻ എന്താണ് 1/4 years at a certain rate of simple interest. Okay, the rate of interest per annum is അല്ലെ. എന്താണ് ചോദിച്ചത്? എന്താ പറഞ്ഞത്? ഒരു തുക എന്താണ് അതിന്റെ 40ൽ 41 ഭാഗമായി മാറുന്നു. എത്ര കാലം കൊണ്ട്? 1/4 വർഷം കൊണ്ട് അല്ലെ. 1/4 വർഷങ്ങൾ കൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പലിശ നിരക്ക് വാർഷിക പലിശ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു പ്രിൻസിപ്പളിന് നമ്മൾ 40 എന്ന് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, പ്രിൻസിപ്പൾ നമ്മൾ 40 എടുക്കുകയാണെങ്കിൽ 1/4 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു എമൗണ്ട് എത്രയാവുന്നു? അത് 41 ആകുന്നു. 1/4 വർഷമാണ്, അതായത് 3 മാസം കൊണ്ടാണ് 41 ആവുന്നത്. വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എന്താണ് ഇവിടെ 1/4 വർഷം കൊണ്ടാണ് 41 ആകുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്രയാവും? ഇവിടെ നിങ്ങൾ നോക്കൂ, 1/4 വർഷം, അതായത് 3 മാസം ആയപ്പോഴേക്കും 1 ആണ് കൂടിയത് അല്ലെ. 40 എന്തായി? 1 കൂടി അല്ലെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും കാൽ ഉണ്ടല്ലോ ഒരു വർഷം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. വീണ്ടും ഒരു 3 കാലുണ്ട് അല്ലെ. അതായത് ഈ ഓരോ 3 കാലിലും 1 വീതം കൂടുന്നു. അതായത് ഒരു വർഷം കഴിയുമ്പോൾ 40 എന്ന് പറയുന്നത് 44 ആകും. പറഞ്ഞ വ്യക്തമാണല്ലോ. സിമ്പിൾ കാര്യമാണ്. എന്താണ്? 40 1/4 വർഷം കൊണ്ട് 41 ആകുന്നു. അതായത് 3 മാസം കൊണ്ട് 1 രൂപയാണ് കൂടുന്നത് അല്ലെ. അങ്ങനെ എത്ര 3 മാസമുണ്ട്? 4 3 മാസമുണ്ട്. അപ്പോഴാണ് ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഇനി 3 എണ്ണം കൂടി കൂടാനുണ്ട്. അതായത് 41 + 3 44 ആയി മാറും ആ ഒരു വർഷം കഴിയുമ്പോൾ എമൗണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, എന്താ സംഭവിക്കുന്നത്? 40 44 ആകണമെങ്കിൽ എത്രയാണ് പലിശ വരുന്നത്? 4/40 × 100 ചെയ്താൽ നമ്മുടെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എത്രയാണെന്ന് കിട്ടും. എത്ര വരും? അത് 10% എന്ന് വരും. 10%. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? എളുപ്പമുള്ള കാര്യമല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു 1/4 വർഷത്തേക്കാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ ഒരു വർഷത്തിൽ എത്രയാകും നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. അതിനുശേഷം ആ ഒരു പലിശയും പ്രിൻസിപ്പളും കണ്ടുപിടിച്ചുകൊണ്ട് എത്രയാണ് അതിന്റെ റേറ്റ് വരുന്നത് എന്ന് കൂടി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. ഇവിടെ 10% ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 6,000 becomes 7,200 in 4 years at a certain rate of simple interest. Okay, പിന്നെ എന്താണ്? If the rate becomes 1.5 times of itself, the amount of the same principal in
5 years will be. എന്താ പറഞ്ഞത്? 6000 രൂപ 7200 രൂപയായി മാറുന്നു. എത്ര കാലം കൊണ്ട്? 4 വർഷങ്ങൾ കൊണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കും. സാധാരണ പലിശയിൽ കണക്കാക്കുമ്പോൾ 6000 രൂപ 7200 രൂപയായി 4 വർഷം കൊണ്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, ആ ഒരു പലിശ നിരക്ക് 1.5 ടൈംസ്, അതായത് 1.5 ടൈംസ് ആയിട്ട് കൂടുകയാണെങ്കിൽ എന്താണ് ദ എമൗണ്ട്? ആ ഒരു 5 വർഷം കൊണ്ട് എമൗണ്ട് എത്രയായിട്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞ കാര്യം എഴുതാം. 6000 രൂപ 7200 രൂപയായിട്ട് 4 വർഷം കൊണ്ട് മാറുന്നു അല്ലെ. അതായത് 1200 രൂപ 4 വർഷം കൊണ്ട് പലിശ ഇനത്തിൽ കൂടുന്നു. മനസ്സിലായല്ലോ? 4 വർഷം കൊണ്ട് 1200 രൂപ പലിശ ഇനത്തിൽ കൂടുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും? 1200 ഹരിക്കണം 4 വരും, അത് 300 രൂപയാണ്. ഓക്കെ ആണല്ലോ? 300 രൂപയാണ് നമ്മുടെ പലിശയായിട്ട് വരുന്നത് അല്ലെ. ഇവിടെ ഇത് പ്രിൻസിപ്പൽ എത്രയാണ്? 6000 രൂപയാണ്. ഒരു വർഷത്തെ പലിശ 300 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് നമുക്ക് കാണാലോ. 300 ഹരിക്കണം 6000. അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പത്തിൽ ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ പറ്റും. എത്രയാണ്? 5% അല്ലെ. 5%. 6000ന്റെ 10% 600, അതിന്റെ പകുതി 5%, അത് 300 ആണ് അല്ലെ. അപ്പൊ 300 എന്താണ്? 5% വരുന്നത് അല്ലെ. ഈ എന്താ പറഞ്ഞത്? ഈ 5% അതിന്റെ 1.5 ടൈംസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് 1.5 ടൈംസ് ആയിട്ട് കൂടുകയാണ് അല്ലെ. അപ്പൊ എന്തായി? എത്രയായി? 7.5 എന്ന് വരും. 7.5% ആവുകയാണ് അല്ലെ. 5% into 1.5 എത്ര വരുന്നു? 7.5% ആയിട്ട് നമ്മുടെ ഈ ഒരു പലിശ നിരക്ക് കൂടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് എത്രയാണ് നമ്മുടെ എമൗണ്ട് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നോക്കിയേ, അപ്പൊ പലിശ എത്ര വരും? എത്ര വരും? പി എത്രയാണ്? 6000 ആണ്. 6000 into 6 എത്രയാണ്? 7.5 ആണ്. n എത്രയാണ്? 5 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ എത്ര വരുന്നുണ്ട്? 30 അല്ലെ. എത്രയാ വരുന്നത്? ഓക്കെ, 7.5. ഓക്കെ, 15, 30, 37.5% അല്ലെ. 37% എന്ന് വരുന്നുണ്ട് അല്ലെ. 37% വരും നമ്മുടെ റേറ്റ് വരുന്നുണ്ട് അല്ലെ. 37% into 6000 എന്ന് വരും. അതായത് എത്ര വരുന്നുണ്ട്? 30, 3, 2, 4, 5, 4, 22 അല്ലെ. 2250 രൂപയാണ് നമ്മുടെ പലിശയായിട്ട് വരുന്നത്. 2250 രൂപ പലിശയായിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്ര വരും? 6000 പ്ലസ് 2250 രൂപ, അതായത് 8250 രൂപ എന്ന് വരും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. 6000 രൂപ 4 വർഷത്തേക്ക് സാധാരണ പലിശ കണക്കാക്കിയിട്ട് വരുമ്പോൾ എമൗണ്ട് ആയിട്ട് 7200 രൂപയായിട്ട് മാറുന്നു. അതായത് 1200 രൂപ 4 വർഷം കൊണ്ട് പലിശ ഇനത്തിൽ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ 1200 ഹരിക്കണം 4, അത് 300 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 300 6000 പിന്നെ മുതൽ എത്രയാണ് പെർസെന്റേജ് വരുന്നത്? 5% ആണ്. ഈ 5% 1.5 ടൈംസ് ആയിട്ട് കൂടുന്നു. അതായത് 7.5% ആയിട്ട് നമ്മുടെ റേറ്റ് മാറുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇനത്തിൽ നമുക്ക് പലിശ കണ്ടെത്താൻ സാധിക്കും. എത്ര വരുന്നുണ്ടത്? 2250 രൂപ എന്ന് വരും. ഈ 2250 രൂപ നമ്മുടെ മുതലായ 6000 കൂട്ടുമ്പോൾ 8250 രൂപ എന്ന് കിട്ടും. അതാണ് നമ്മുടെ 5 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഓപ്ഷൻ എത്രയാ വരുന്നത്? ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അറ്റ് എ സർട്ടൻ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൻ സം ഓഫ് മണി ബിക്കംസ് ഡബിൾ ഓഫ് ഇറ്റ്സെൽഫ് ഇൻ 10 years. ഇറ്റ് വിൽ ബിക്കം ട്രിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ് ഇൻ എത്ര വർഷം എന്താന്ന് ചോദിക്കുന്നത് അല്ലെ. എന്താണ്? ഒരു പിന്നെ
സർട്ടൈൻ സിമ്പിൾ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ, ഒരു എന്താണ് പലിശ നിരക്ക്, ഒരു നിശ്ചിത പലിശ നിരക്കിലെ ഒരു തുക, ഒരു മുതൽ എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടിയാകുന്നു. എത്ര കാലം കൊണ്ട്? 10 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. അവിടെ നമുക്ക് എന്തറിയില്ല? പലിശ നിരക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് 3 ഇരട്ടിയാകുന്നത് എത്ര വർഷം കൊണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ 100 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എങ്കിൽ, അല്ലെ, 100 രൂപയാണ് പ്രിൻസിപ്പിൾ എങ്കിൽ അത് അതിന്റെ ഇരട്ടിയായിട്ട് എമൗണ്ട് ചെയ്യണമെങ്കിൽ, അല്ലെ, ഇപ്പൊ നിങ്ങൾ 100 രൂപ കൊണ്ടുപോയി ഇട്ടു ബാങ്കിൽ, അതിനൊരു പലിശ നിരക്കുണ്ട്, എത്രയോ കാലം കൊണ്ടത് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു, അല്ലെ, അതായത് 200 രൂപ തിരിച്ചു കിട്ടണം, അല്ലെ, 200 രൂപ എമൗണ്ട് ആയിട്ട് അത് തിരിച്ചു കിട്ടണം. അപ്പോൾ നമുക്ക് ഇരട്ടി കിട്ടി എന്ന് പറയുന്നത്, അല്ലെ, എത്രയോ കാലം കൊണ്ട് 200 രൂപ ആകുന്നു. എത്ര കാലം കൊണ്ടാണ്? 10 വർഷമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെ, 10 വർഷമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 100 200 ആവാൻ എന്ത് ചെയ്യണം? +100, അല്ലെ, 100 കൂടി ആഡ് ചെയ്യണം. എത്രയോ വർഷങ്ങൾ കൊണ്ട്, എത്രയോ പെർസെന്റേജിൽ, അപ്പൊ എത്ര പെർസെന്റ് ആയിരിക്കും? 10% പലിശ നിരക്കാണെങ്കിൽ എന്താകുന്നു? അത് 100 രൂപയും കൂടി എന്താണ് പലിശ ഇനത്തിൽ കൂട്ടിക്കിട്ടും. മനസ്സിലായോ? 10 വർഷം കൊണ്ട് 10% പലിശ നിരക്കാണെങ്കിൽ 100% നമുക്ക് 10 വർഷത്തിന് ശേഷം കൂട്ടിക്കിട്ടുന്നു, അല്ലെ. അങ്ങനെയാണെങ്കിൽ 100 കൂടി കൂടിയിട്ട് 200 ഇരട്ടിയായിട്ട് കിട്ടി. ഓക്കെ, അങ്ങനെയാണ്. ഇരട്ടിയാവണമെങ്കിൽ ഒറ്റത്തവണ 100 കൂടണം, അല്ലെ, ഇരട്ടിയാവണമെങ്കിൽ ഒറ്റത്തവണ 100 കൂടണം, അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇരട്ടി, അതായത് 2 ഇരട്ടിയാവണമെങ്കിൽ ഒറ്റത്തവണ 100 കൂടണം, 2 ഇരട്ടിയാവണമെങ്കിൽ ഒറ്റത്തവണ 100 കൂടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? 3 ഇരട്ടിയാകണമെങ്കിൽ 3 ഇരട്ടിയാകണമെങ്കിലോ 2 തവണ 100 കൂടണം. 2 തവണ 100 കൂടണം. 2 തവണ 100 കൂടണമെങ്കിൽ എന്താണ്? 10 വർഷം എടുക്കണം, അല്ലെ. 10% തന്നെയാണ്, റേറ്റ് മാറുന്നില്ല, അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെ വർഷം മാത്രമേ മാറാൻ പറ്റുന്നുള്ളൂ, അല്ലെ. അപ്പൊ എന്താണ്? 20 × 10 എന്നാണെങ്കിൽ 200 കൂടും. അപ്പൊ എന്താണ്? 3 ഇരട്ടിയായി. ഇതും നമ്മുടെ പ്രിൻസിപ്പൾ 100 കൂടി കൂടുമ്പോൾ എന്തായി? നമുക്കിവിടെ 300 കിട്ടും. അതായത് 3 ഇരട്ടി, എത്രയാണോ പ്രിൻസിപ്പൾ കൊടുത്തത് അതിന്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇവിടെ ഇപ്പോൾ 20 years ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. വ്യക്തമാണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്താണ്? നമ്മളിപ്പോ 100 രൂപ കൊണ്ട് ഇടുകയാണെങ്കിൽ അത് ഇരട്ടിയായിട്ട് കിട്ടണമെങ്കിൽ പലിശ ഇനത്തിൽ 100 രൂപ കൂട്ടി കിട്ടണം. 10 വർഷമാണ് കാലയളവെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. അപ്പൊ 100 കിട്ടണമെങ്കിൽ 10 × 10, അല്ലെ. ഇപ്പൊ പലിശ നിരക്ക് എന്താണ്? 10% വരുന്നത്, അല്ലെ. ഇനി നോക്കൂ, ആ റേറ്റ് മാറുന്നില്ല, പിന്നെ എന്താണ് മാറുന്നത്? വർഷം മാറുന്നത്. എത്രയോ കാലം കൊണ്ടത് 3 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വർഷം 20 ആയാൽ മതി, അല്ലെ. അപ്പൊ എന്താണ്? 200 രൂപ പലിശ ഇനത്തിൽ കിട്ടുന്നു, പിന്നെ നമ്മുടെ മുതലായ 100 കൂടി വരുന്നു. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടുന്നു? നമ്മൾ ഇട്ട എമൗണ്ടിന്റെ 3 ഇരട്ടി 300 രൂപയായിട്ട് തിരിച്ചു കിട്ടും. വ്യക്തമാണല്ലോ? ഓക്കെ, വ്യക്തമാണല്ലോ? ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സം അമൗണ്ട്സ് ടു ഡബിൾ ഇൻ 8 years ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ഈസ്, അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന്, അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു പ്രിൻസിപ്പിൾ അതിന്റെ ഇരട്ടിയായിട്ട് എമൗണ്ട് ചെയ്യുന്നു. 2p ആകണമെങ്കിൽ എന്താണ്? 8 വർഷമാണ് എടുക്കുന്നത്, അല്ലെ. ഇപ്പൊ ഈ p ഒരു 100 ആണെങ്കിൽ ഈ 200 ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 100 കൂടി കൂടണം. ഈ 100 കൂടുന്ന എത്ര കാലം കൊണ്ടാണ്? 8 വർഷം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പലിശ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? 100/8 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 12.5 എന്ന് കിട്ടും. 12% നിങ്ങൾ പലിശ നിരക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് 8 വർഷം കൊണ്ട് ഇതിന്റെ ഇരട്ടി എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടും. മനസ്സിലായല്ലോ? കിട്ടുമല്ലോ? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 5 years ഈസ് 1/4 ഓഫ് ദ സം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഈസ്, അല്ലെ. അതാണ് നമ്മുടെ ചോദ്യം. എന്താ ചോദ്യം? സിമ്പിൾ ഇൻട്രസ്റ്റ്, അല്ലെ, ഒരു നിശ്ചിത തുകയ്ക്കുള്ള 5 വർഷത്തേക്ക് പിന്നെ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെ, പലിശ നിരക്കിൽ പലിശ കണക്കാക്കുന്നുണ്ട്, അല്ലെ. ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുതലിന്റെ പിയുടെ എന്താണ്? പിയുടെ 1/4 ആയിട്ടാണ് നമുക്ക് അത് പിന്നെ പലിശ കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പൊ 100 രൂപയാണ് നിങ്ങൾക്ക് മുതലായിട്ട് നിങ്ങൾ നിക്ഷേപിച്ചതെങ്കിൽ നിങ്ങൾ നോക്കൂ, 5 വർഷം കഴിയുമ്പോൾ എന്താണ്?
എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൽ കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25 രൂപയായിരിക്കും. മനസ്സിലായല്ലോ, 25 രൂപയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 100 കണക്കാക്കി തന്നെ എടുക്കാം. എന്താണ്, നമുക്കിവിടെ റേറ്റ് ആണ്, ശതമാനത്തിലാണ് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, 100 രൂപ നമ്മൾ ഇട്ടു, പിന്നെ എന്താണ് 5 വർഷം കഴിഞ്ഞപ്പോൾ പലിശയായിട്ട് 25 രൂപ കിട്ടി എന്ന രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ നിരക്ക് എങ്ങനെ കണ്ടുപിടിക്കും? 5 വർഷം കൊണ്ടാണ് 25 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ എത്രയാണ്? 25/5 ആണ്. അത് 5% അല്ലെ. അപ്പൊ പലിശ നിരക്ക് എത്രയാണ്? 5% വരുന്നത് അല്ലെ. അപ്പൊ ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. എന്താണ്, 100 രൂപ നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ആ ഒരു 100 രൂപയുടെ 1/4 ആണ് കിട്ടുന്നത് പലിശയായിട്ട്. ഓക്കെ, 100 രൂപ കൊടുത്താൽ എന്ത് കിട്ടും? 25 രൂപ പലിശ ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ. 25 രൂപ എത്ര വർഷം കൊണ്ടാണ് കിട്ടിയത്? 5 വർഷം കൊണ്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്രയാണ്? 5 രൂപയാണ് കിട്ടുന്നത് അല്ലെ. 5 രൂപയാണ് പലിശ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? 5/100 × 100 എത്രയാണ്? 5%. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? 5% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. വ്യക്തമാണല്ലോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The simple interest on a certain sum at 5% per annum for 3 years and 4 years differ by 42 rupees. Okay, the sum is അല്ലെ. ഇവിടെ എന്താ ചോദ്യം? നിങ്ങൾ നോക്കിയേ, ഒരു സർട്ടൈൻ സമ്മിൽ അല്ലെ, ഒരു നിശ്ചിത തുക മുതലിൽ 5% per annum for 3 yearsഉം 4 yearsഉം 5% പലിശ നിരക്ക് 3 വർഷത്തേക്കും 4 വർഷത്തേക്കും എത്രയായിട്ടാണ് പിന്നെ മാറുന്നത്? 42 രൂപയായിട്ടാണ് അതിന്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ പി ഉണ്ട്, ഒരു മുതലുണ്ട്, അത് 3 വർഷത്തേക്ക് 5% പലിശ നിരക്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നു. ഓക്കെ, 4 വർഷത്തേക്ക് 5% പലിശ നിരക്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നു. അപ്പൊ ഇവ തമ്മിലുള്ള ആ ഒരു എന്താണ് പലിശ എന്ന് പറയുന്നത്, പലിശയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 42 രൂപ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒറ്റ ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായല്ലോ, ഒറ്റ ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വർഷത്തിൽ എത്ര പെർസെന്റേജ് കൂടിയിട്ടുണ്ടാവും? മുതലിന്റെ 5% കൂടിയിട്ടുണ്ടാകും അല്ലെ. 5% കൂടുന്നില്ലേ അല്ലെ. 3 വർഷമുണ്ട്, 4 വർഷമുണ്ട് അല്ലെ. അതിൽ 5% ആണ് പലിശ കൂടുന്നത്, കൂടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ആ 5% ആണ് എന്തായിട്ട് പറയുന്നത്? 42 ആയിട്ട് പറയുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ 42 ആണ് എന്ത്? 5%. മുതലിന്റെ 5% ആണ് എത്ര? 42 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുതൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കിയേ, 42 5% ആണെങ്കിൽ അതിന്റെ 1% എന്താണ്? 42/5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100% എത്രയാണെന്നാണ് കണ്ടുപിടിച്ചാൽ മതി. എത്ര കിട്ടും? 42/5 × 100. അപ്പൊ എത്ര കിട്ടും? 840 എന്ന് കിട്ടും അല്ലെ. 840 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത് അല്ലെ. കിട്ടുന്നുണ്ടല്ലോ, 840 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, 5% 3 വർഷത്തേക്കും 4 വർഷത്തേക്കും എടുക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അവിടെ വ്യത്യാസം എന്താണ്? ഒരു വർഷത്തെ വ്യത്യാസമാണ്. 3 വർഷം കൂട്ടി പിന്നെ 4 വർഷമാകുന്നു. ആ ഒരു ഗ്യാപ്പാണ് അല്ലെ, ആ ഒരു പലിശയുടെ വ്യത്യാസമാണ് എത്ര? 42 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 42 എന്താണ്? 5% ആണ്. 42 5% ആണെങ്കിൽ 100% എത്രയെന്ന് കണ്ടെത്തിയാൽ നമുക്ക് ആ സമ്മ് മുതൽ എത്രയെന്ന് കിട്ടും. അതാണ് നമ്മുടെ 840 രൂപ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. വ്യക്തമാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. The simple interest on a certain sum for 8 months at 4% per annum is 129 less than the simple interest on the same sum for 15 months at 5% per annum. The sum is എന്നാണ് ചോദിച്ചത് അല്ലെ. എന്താ പറഞ്ഞത്? ഒരു നിശ്ചിത തുക പി എന്ന് നിങ്ങൾ എടുക്കുക. ഓക്കെ, ആ പീനെ എന്താണ് 4% പലിശ നിരക്കിൽ 8 മാസത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് അതേ തുകയെ 15 മാസത്തേക്ക് 5% പലിശ നിരക്കിൽ നിക്ഷേപിക്കുന്ന പലിശയേക്കാൾ എത്ര കുറവാണ്? 129 രൂപ കുറവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച ആ തുക എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
വ്യക്തമാണല്ലോ, എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് കണ്ടുപിടിക്കാലോ. ഓക്കെ, അപ്പൊ കൂടിയത് ഏതായിരിക്കും? 15 മാസത്തേക്ക് 5% ഇട്ടതായിരിക്കും അല്ലെ, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ആദ്യത്തെ ഇട്ട ഈ ഒരു തുക കുറവാണ്, 129 കുറവാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ കുറവാണെങ്കിൽ ഈ ഇട്ട ഒരു പലിശ എത്രയായിരിക്കും? അത് കുറവായിരിക്കും, ഇതായിരിക്കും കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കൂടുതലുള്ളത് ആദ്യം എഴുതിയിട്ട് അതിന് മറ്റേത് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? 129 എന്ന് കിട്ടും. ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. പി ഇൻറ്റു അല്ലെ, നമുക്ക് ഇക്വേഷൻ അറിയാലോ, PRN/100 അല്ലെ. പി ഇൻറ്റു ഓക്കെ, ആർ എത്രയാണ് വരുന്നത്? 5%. 5% അല്ലെ. അവിടെ നിങ്ങൾ നോക്കിയേ എത്രയാണ്? 15 മാസത്തേക്കാണ്. 15 മാസത്തേക്കാണ് അല്ലെ. അപ്പൊ 15 മാസമാകുമ്പോ എന്തായി? ഓക്കെ, 15 മാസമാകുമ്പോ എന്തായി? അപ്പൊ നമ്മൾ 12 കൊണ്ട് ഹരിച്ചിട്ട് എന്താക്കുന്നു? 15 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 15 മാസത്തേക്കുള്ള കിട്ടിയല്ലോ അല്ലെ. പി ഇൻറ്റു 6 അല്ലെ, 6. പിന്നെയോ n എത്രയാണ്? ഓക്കെ, ഇത് നമുക്ക് 6 കിട്ടി. ഓക്കെ, 6 കിട്ടി അല്ലെ. പിന്നെ എന്താണ്? പിന്നെ ഇവിടെ 100 കൂടി വരണം അല്ലെ, 100 കൂടി വരണം. വന്നല്ലോ. ഓക്കെ, അപ്പൊ പി ഇൻറ്റു 5 ഇൻറ്റു 15/12 ഇൻറ്റു 100 അല്ലെ. അപ്പൊ 15 മാസത്തേക്കുള്ള പലിശ നിരക്ക് കിട്ടി. 15 മാസത്തേക്കുള്ള പലിശ നിരക്ക് കിട്ടി. ഇവിടെ പി ഉണ്ട്, പിന്നെ ഒരു പെർസെന്റേജിന്റെ ആ ഒരു 100 താഴെയുമുണ്ട്. മൈനസ് പി ഇൻറ്റു പിന്നെന്താണ് വരുന്നത്? 8 മാസത്തേക്കുള്ളത് 4% നിരക്കിൽ അല്ലെ. അപ്പൊ 4/12 ഇൻറ്റു 8 100 കിട്ടിയല്ലോ. ഈ പറയുന്ന എത്രയാണ്? 129 ആണെന്നാണ് തന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒക്കെ പുറത്തെടുക്കാം. പി ബൈ അല്ലെ 12 ഇൻറ്റു 100. ഓക്കെ, 75. 5 ഇൻറ്റു 15 75. കുറയ്ക്കണം, 8 4 32. ഓക്കെ, എന്ന് പറയുന്നത് 129 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? പി ബൈ 12 ഇൻറ്റു 100 ഇൻറ്റു എത്ര വരുന്നുണ്ട്? 43 വരും അല്ലെ. അല്ല, 43 വരും. 43 എന്ന് പറയുന്നത് 129. 43ഉം 129ഉം കട്ടായി പോകും അല്ലെ. ഇവിടെ എത്ര വരും? 3 വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി എത്ര വരുന്നുണ്ട്? പി എന്ന് പറയുന്നത് 3600 എന്ന് കിട്ടും. പി എന്ന് പറയുന്നത് 3600 കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യത്തെ ഈ ഒരു എന്താണ് പലിശ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പലിശ കണ്ടുപിടിച്ചു. നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര? 129 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ആണ് നമുക്ക് അറിയാത്ത. ആ പി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അത് എത്ര കിട്ടും? 3600 എന്ന് കിട്ടും. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ratio of the principal and the amount after 1 year is 10:12. then the rate of interest per annum is. വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളതാണ്? പി എന്ന് പറയുന്നത് എന്താണ്? 10 ആണെങ്കിൽ പിയും പിന്നെ ആ ഒരു എമൗണ്ട് തമ്മിലുള്ള റേഷ്യോ ആണ് 10:12 അല്ലെ. അതായത് ഇവിടെ ഐ കൂടുമ്പോഴാണ് ഈ 10നോട് മുതലിനോട് പലിശ കൂടുമ്പോഴാണ് എമൗണ്ട് ആവുന്നത്. കാര്യം അറിയാലോ. ഓക്കെ, അപ്പൊ 10നോട് 2 കൂടുമ്പോൾ 12 ആകുന്നു. ഇവിടെ എന്താ ചോദ്യം? എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് 2/10 ഇൻറ്റു 100 എത്രയാ വരുന്നത്? 20%. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? 20% ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ആഫ്റ്റർ 1 ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് റേഷ്യോ ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഈസ് 25:1, then the rate of interest is അല്ലെ. എന്താ പറഞ്ഞത്? പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും, ഒരു വർഷത്തേക്കുള്ള പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് 25:1 എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ പ്രിൻസിപ്പള് 25 ആണെങ്കിൽ ഇവിടെ എന്താണ്? പലിശ, സാധാരണ പലിശ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? 1/25 ഇൻറ്റു 100 ചെയ്താൽ മതി. അത് എത്ര കിട്ടും? 4% എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഇതൊക്കെ മുൻപ് നമ്മുടെ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്തരം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും വളരെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റേഷ്യോ കണ്ടിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകരുത്. പക്ഷെ വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ,
ഇനി അടുത്ത് നോക്കിയേ ക്വസ്റ്റ്യൻ, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ സം വാസ് ഇൻവെസ്റ്റഡ് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് എ സെർട്ടൈൻ റേറ്റ് ഫോർ 2 years, അല്ലെ, ഒരു നിശ്ചിത തുക സിമ്പിൾ സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. ഹാഡ് ഇറ്റ് ബീൻ പുട്ട് അറ്റ് 3% ഹയർ റേറ്റ്, 3% പലിശ നിരക്കിൽ കൂടുതലായിട്ട് നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എന്താണ്, ഇറ്റ് വുഡ് ഹാവ് ഫെച്ച്ഡ് 72 more, അത് കൂടുതൽ 72 രൂപ കൂടുതൽ കിട്ടിയേനെ. ഓക്കെ, ദ സം ഈസ്, അല്ലെ, ആ ഒരു തുക, നിക്ഷേപിച്ച തുക എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എളുപ്പമുള്ള കാര്യം നിങ്ങൾ നോക്കിയേ, ഒരു തുക ഒരു നിശ്ചിത ശതമാനം പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞു. ഹാഡ് ഇറ്റ് ബീൻ പുട്ട് അറ്റ് 3% ഹയർ റേറ്റ്, അല്ലെ, ഈ 3% എന്താണ്, പെർ ആനം അല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷം വരുമ്പോൾ എന്താണ്, 6% കൂടുമല്ലോ. ആദ്യം ഒരു റേറ്റ് ഉണ്ട്, ഇപ്പൊ ഒരു 6 ആണെങ്കിൽ ആ 6 2 വർഷത്തേക്ക് 2R ആകും അതിന്റെ പലിശ നിരക്ക്, അല്ലെ. ഇവിടെ എന്താണ്, ആ ഒരു 3% കൂടി കൂടുതലാണ് നമ്മുടെ പലിശ നിരക്കെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ 72 രൂപ കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത്, അല്ലെ. 3% കൂടുതൽ ആവുകയാണെങ്കിൽ 2 വർഷത്തേക്ക് എത്രയായി, 6% കൂടി. മനസ്സിലായല്ലോ, 2 വർഷത്തേക്ക് ഈ 3% ആവുമ്പോൾ എന്തായി, 6% കൂടി. 6% കൂടിയപ്പോൾ എന്താണ്, 72 rupees കൂടുതൽ കിട്ടി. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, 6% 72 എന്ന് പറയുന്നത്, അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100% കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ആ ഒരു സമ്മ് എത്രയെന്ന് കിട്ടും. എത്ര കിട്ടും, 72 ഹരിക്കണം 6 × 100 എത്ര കിട്ടും, 1200 രൂപ എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. 1200 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ, എളുപ്പമല്ലേ. 6% എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ. എന്താണ്, 3% കൂടുന്നത്, അത് 2 വർഷത്തേക്ക് കൂടുമ്പോൾ 6% എഫക്റ്റീവ്ലി കൂടുന്നത്. അപ്പോൾ 6% കൂടുമ്പോൾ എന്തായി, 72 രൂപ കൂടി, അല്ലെ. എന്ന് പറഞ്ഞാൽ 6% 72 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, 100% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് സമ്മ് എത്രയെന്ന് കിട്ടും. ആ 100% എത്ര, 1200 രൂപ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ എമൗണ്ട് 2100 became 2352 in 2 years at simple interest. If the interest rate is decreased by 1%, what is the new interest എന്നാണ് ചോദ്യം, അല്ലെ. എന്താണ്, 2100 രൂപ 2352 രൂപയായിട്ട് 2 വർഷം കൊണ്ട് കൂടുന്നു, അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 252 രൂപ കൂടി. 252 രൂപ 2 വർഷം കൊണ്ടാണ് കൂടിയത്, അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പലിശ I എന്ന് പറയുന്നത് എത്രയാണ്, 252/2 ആണ്. അത് 126 രൂപയായിരിക്കും, അല്ലെ. 126 രൂപയായിരിക്കും എന്ത്, നമ്മുടെ I ആയിട്ട് വരുന്നത്. 126 രൂപയാണ് നമ്മുടെ I ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ നമുക്ക് 6 കണ്ടുപിടിക്കാലോ, പലിശ നിരക്ക് കണ്ടുപിടിക്കാലോ. അത് 126 ഹരിക്കണം എന്താണ്, നമ്മുടെ എമൗണ്ട് വരുന്നത് 2100 ആണ്, അല്ലെ. 2100 ഇൻറ്റു എത്ര വരുന്നുണ്ട്, 100 വരുന്നുണ്ട്. 0 ഒക്കെ പോയി, അല്ലെ. ഇവിടെ എത്ര വരുന്നുണ്ട്, 6 കിട്ടും, അല്ലെ. അതായത് 6% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. 6 എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത്, 1% നമ്മുടെ പലിശ നിരക്ക് കുറയുന്നു. ഓക്കെ, എന്താണ്, 6% ആണ് നമ്മുടെ പലിശ നിരക്ക്, അത് 1% കുറയുന്നു എന്ന് പറഞ്ഞാൽ 6% എന്താവുന്നു, 5% ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ ഇൻട്രസ്റ്റ് എന്നാണ് ചോദ്യം, അല്ലെ. വാട്ട് ഈസ് ദ ന്യൂ ഇൻട്രസ്റ്റ് എന്താണ്, 2 വർഷത്തേക്കാണ് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെ. 2 വർഷത്തേക്കാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, ഓക്കെ, 2 വർഷത്തേക്കാകുമ്പോൾ എന്തായി, 10% ആയിരിക്കും കൂടുന്നത്, അല്ലെ. ഇവിടെ 5% 2 വർഷത്തേക്കാകുമ്പോൾ എന്തായി, 10% കൂടും. 2 × 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10%. 10% 2100 കൂടുന്നു, അതായത് 210 ആണ് കൂടുന്നത്. അപ്പൊ നമ്മുടെ കൂടുന്ന ആ ഒരു എമൗണ്ട്, അതായത് ആ ന്യൂ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 210 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. 2100 രൂപ 2352 രൂപയായിട്ട് 2 വർഷങ്ങൾ കൊണ്ട് കൂടുന്നു, അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി, 252 രൂപയാണ് പലിശ ഇനത്തിൽ കൂടിയത്. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തെ പലിശയായിട്ട് വരുന്നത് 126 രൂപയാണ്.
അത് എത്ര പലിശ നിരക്ക് ഉണ്ടാവും? 6% ഉണ്ടാവും. ഓക്കെ, 126 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 6% പലിശ നിരക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 6% പലിശ നിരക്ക് 5% ആകുകയാണെങ്കിൽ നമ്മുടെ ഈ 2 വർഷത്തേക്ക് വരുന്ന പലിശ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 വർഷത്തേക്ക് വരുന്ന പലിശ നിരക്ക് എത്രയാവും? 10% ആവും. ഓക്കെ, 2100ന്റെ 10% വരുന്നത് 210 രൂപയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർട്ട് ഓഫ് 1500 വാസ് ലെൻഡ് അറ്റ് 10% per annum and the rest at 7% per annum simple interest. The total interest earned in 3 years was 396 rupees. Okay, the sum lent at 10% was അല്ലെ എന്താ പറഞ്ഞത്? ഒരു എന്താണ് തുക 1500 രൂപ എന്ന് പറയുന്ന തുക എത്രയാണ്? 10% പലിശ നിരക്കിൽ എന്താണ് കൊടുത്തു. പിന്നെയോ അതിന്റെ ഒരു ഭാഗം അത്ര കൊടുത്തു അല്ലെ. പിന്നെയോ മറ്റൊരു ഭാഗം 7% എന്താണ് പലിശ നിരക്കിലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് 396 രൂപ കിട്ടി അല്ലെ. എത്രയാണ് 10% കൊടുത്തതെന്നോ 7% കൊടുത്തതെന്നോ നമുക്ക് അറിയില്ല. ഓക്കെ, എന്താ ചോദ്യം? ദ സം ലെൻഡ് അറ്റ് 10% വാസ് 10% പലിശ നിരക്കില് എത്ര രൂപയാണ് കൊടുത്തത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? 3 വർഷത്തേക്കുള്ള പലിശയാണത്രേ 396 രൂപ അല്ലെ. 3 വർഷത്തേക്ക് വരുന്ന പലിശയാണത്രേ 396 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പലിശ എത്ര വരും? 396 ഹരിക്കണം 3 വരും. അത് എത്രയാണ്? 132 എന്ന് വരും അല്ലെ. 132 132 രൂപ എന്ന് നമുക്ക് ഒരു വർഷത്തെ പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 132 രൂപ പലിശ വരുന്നുണ്ടെങ്കിൽ അത് എത്ര ശതമാനമാണ്? ആ ഒരു പലിശ നിരക്ക് എത്ര വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. 132 ഹരിക്കണം 1500 into 100 അല്ലെ. അപ്പൊ എത്ര വരുന്നുണ്ട്? ഇവിടെ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ 4 3 12 4 അല്ലെ. ഇവിടെ എത്രയായി? 5 ആയി. ഓക്കെ, അപ്പൊ എത്ര വരും? 8.8 എന്ന് വരും നമ്മുടെ ആ ഒരു പെർസെൻറ്റേജ് അല്ലെ. 132 രൂപയാണ് പലിശയെങ്കിൽ എത്ര വരും? 8.8 എന്ന് വരും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? അലിഗേഷൻ ആണ്. ഓക്കെ, അപ്പൊ അലിഗേഷൻ നിങ്ങൾ നോക്കിയേ. ഇപ്പൊ 10% അല്ലെ. പാർട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. പാർട്ട് ബി നോക്കിയേ, അത് ഇവിടെയും കൊടുക്കാം. ഓക്കെ, എ പാർട്ട് എത്രയാണ്? 10% പലിശ നിരക്കി കൊടുത്തത് അല്ലെ. 10% പലിശ നിരക്കി കൊടുത്ത് ഇവിടെ എഴുതാം. ഇവിടെ നോക്കൂ, 7% കൊടുത്തെങ്കിൽ അത് ഇവിടെ എഴുതാം. ഓക്കെ, ഇപ്പൊ നോക്കിയേ, നമുക്ക് ടോട്ടൽ ആയിട്ട് കിട്ടിയ ഒരു പലിശയിലെ 132 രൂപ, അത് എത്ര ശതമാനമാണ് വരുന്നത്? 8.8% ആണ് വരുന്നത്. അത് കൃത്യം നടുക്കായിട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇവ തമ്മിൽ കുറച്ചൊന്ന് എഴുതി നോക്കിയേ. 7ഉം 8.8ഉം. അപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ട് വ്യത്യാസം? എത്ര വരുന്നുണ്ട്? 1.8 ഇവിടെയും ഇവിടെയോ ഇത് 1.2ഉം വരുന്നുണ്ട്. ഇവിടെ എത്രയാണ്? 1.8 ആണ് വരുന്നത്. ഇവിടെയോ അത് 1.2ഉം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റേഷ്യോ കിട്ടിയല്ലോ. ഈ ഒരു റേഷ്യോ പ്രകാരമാണ് ഈ 1500 രൂപ ഇവര് പിന്നെ എന്താണ് 2 പാർട്ടാക്കി മാറ്റിയത്. വ്യക്തമാണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 0.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 കിട്ടും അല്ലെ. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 കിട്ടും. ഇവിടെയോ അത് 2 കിട്ടും. ഓക്കെ, 0.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 കിട്ടും. ഇവിടെയോ അത് 2 കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യം ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, 1500 രൂപ അതിന്റെ ഒരു നിശ്ചിത ഭാഗം 10% പലിശ നിരക്കിൽ നിക്ഷേപിക്കുന്നു. ഓക്കെ, പിന്നെയോ 7% പലിശ നിരക്കിൽ മറ്റേ ഭാഗം നിക്ഷേപിക്കുന്നു. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് 396 രൂപയാണ് കിട്ടിയത് 3 വർഷം കൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 396 നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെ എന്തിനാണ്? ഒരു വർഷം. അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര പലിശ കിട്ടും അല്ലെ? എത്രയാണ്? 132 രൂപയാണ് കിട്ടിയത്. വ്യക്തമാണല്ലോ? ഈ 132 രൂപ എന്ന് പറയുന്നത് 1500ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് നോക്കാം. എത്രയാണ്? 8.8% ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, അലിഗേഷൻ പ്രകാരം ഇവിടെ 10% എഴുതി, ഇവിടെയോ 7% എഴുതി അല്ലെ. ഇവിടെ കൃത്യം നടുക്ക് 8.8% കിട്ടി. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, 7ഉം 8.8 തമ്മിലുള്ള വ്യത്യാസം 1.8, ഇവിടെയോ 1.2.
അല്ലെ? ഇതൊരു റേഷ്യോ ആണ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 3:2 എന്ന് എഴുതാം. ഓക്കെ, അതായത് എന്താണ് എ പാർട്ടിന്റെ ആ ഒരു തുക, ആ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ അതിന്റെ ബി പാർട്ട് എത്രയാണ്? അത് 2 ആയിരിക്കും. ഇതാണ് അർത്ഥം. ഓക്കെ, ഈ 3ഉം 2ഉം കൂടി കൂട്ടിയ 5 പാർട്ടാണ് എത്ര? 1500 എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10% പലിശ നിരക്കിൽ എത്ര തുകയാണ് കൊടുത്തത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. 5 എന്ന് പറയുന്നത് 1500 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 900 ആയിരിക്കും. 900 ആയിരിക്കും. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. എന്താണ്? 900 രൂപയാണ് വരുന്നത്. ഓക്കെ, അലിഗേഷൻ മെത്തേഡിലാണ് ഇത് ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അലിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്താണ് പലിശ, എന്താണ് മുതല്, എന്താണ് പലിശ നിരക്ക്, കാലയളവ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങി ഓരോ ഭാഗവും സാധാരണ പലിശയായി സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ തരം ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. അടുത്ത ദിവസം എന്താണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക്